പ്രിയപ്പെട്ടവരെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാനായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളോട് അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അധ്യക്ഷൻ കഴക്കൂട്ടത്തിന്റെ ജനകീയ MLA യും മുൻ മന്ത്രിയും ഈ പാർക്ക് സ്ഥാപിക്കുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുകയും ചെയ്ത ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ്, ഇൻഫ്ര MD, അതോടൊപ്പം തന്നെ ശ്രീ സുധീർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ടാറ്റ ലെക്സിയുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പുതിയ SDF-ന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 3 പദ്ധതികളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ഞാനിന്ന് പങ്കെടുക്കുകയുണ്ട്. ഇത് 3ാമത്തേതാണ്. രാവിലെ ലോകോത്തര കമ്പനിയായിട്ടുള്ള സഫ്രാന്റെ ഓഫീസ്, അതോടൊപ്പം തന്നെ ചെറിയ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത കാര്യം ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സഫ്രാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും വിമാനത്തിൽ സഞ്ചരിക്കുന്നവർ പോകുന്ന എയർബസിന്റെ എഞ്ചിൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ഡിഫൻസിലും സ്പേസിലും ലോകോത്തര കമ്പനികൾ ഒന്നാണ് സഫ്രാൻ. അവര് ഇപ്പോ ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി ഹൈദരാബാദിന് ശേഷം പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി കേരളത്തെ കണ്ട് തിരുവനന്തപുരത്ത് അവരുടെ യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിച്ചത്. കുറെ കൂടി വലിയ മാനുഫാക്ചറിംഗിലേക്ക് വരണം എന്ന അഭ്യർത്ഥന ഞങ്ങൾ അവരോട് നടത്തുകയുണ്ടായി. അവരുടെ തുടർ ചർച്ചകളും വരികയാണ്. അതിനുശേഷം ഞാൻ ഇപ്പോൾ വരുന്നത് വിഴിഞ്ഞത്തുനിന്നാണ്. വിഴിഞ്ഞത്ത് പുതിയ വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം, ഷിപ്പ് റിപ്പയറിംഗും മറ്റ് ക്രെയിൻ സർവീസും ഒക്കെ ബന്ധപ്പെട്ട വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തിന്റെ ഭാഗമായി തന്നെ ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞത്ത് അടുപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞത്തിന് മുമ്പും വിഴിഞ്ഞത്തിന് ശേഷവും എന്നൊരു വിഭജനം കേരളത്തിന്റെ വ്യവസായ സമ്പദ്ഘടനയിൽ ഉണ്ടാകുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതിനുശേഷമാണ് ഇപ്പോ ഇവിടെ പുതിയ SDF. ഇൻഫ്ര നല്ല രീതിയിലാണ് വ്യവസായ മേഖലയുടെ പശ്ചാത്തല സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഫ്രയുടെയും KSIDC പാർക്കുകളിൽ സമീപകാലത്ത് ലോകോത്തര കമ്പനികൾ പലതും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റ ലെക്സിയുടെ പ്രവർത്തനം ഇവിടെ ഞാൻ തന്നെയാണത് തുടക്കം കുറിച്ചത്. ഇവിടെ ഇൻഫ്രയുടെ ക്യാമ്പസിൽ തന്നെയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പാലക്കാട് ഞാൻ KSIDC യൂണിറ്റിൽ ഒരു മലയാളി ആരംഭിച്ച ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ്, അതിന്റെ നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. അപ്പാച്ചി എന്ന പേര്. അതൊരു ലക്ഷറി കോസ്മെറ്റിക് കമ്പനിയാണ്. അപ്പൊ അവരവിടെ വെച്ചിട്ടൊരു ചെറിയ പ്രൊഡക്റ്റ്, ഒരു ചെറിയ ബോഡി ലോഷൻ ലോഞ്ച് ചെയ്തു. അപ്പൊ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൊതുവെ നോക്കി. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ, 12,000 rupees അതിന്റെ വില. അവരോട് ഇപ്പോഴും വില ഉണ്ടായി കഴിഞ്ഞത് അതിനുള്ള മാർക്കറ്റ് ഉണ്ട് സാർ. ഇത് വളരെ ഓർഗാനിക് ആയിട്ടുള്ള അവരുടെ പാലക്കാട്ട് തന്നെ പാമ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന സസ്യങ്ങളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോസ്മെറ്റിക്സ് ആണ്. അവർ പറഞ്ഞ ദുബായിലെ ഏറ്റവും വലിയ മാളിൽ ഒരു നില മുഴുവൻ ഉള്ള കോസ്മെറ്റിക് കമ്പനിയുടെ ഒരു ദിവസത്തെ ടേണോവറിന്റെ കണക്ക് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ട്. അപ്പോൾ അത് വേഗത്തിൽ വികസിക്കുന്ന മാർക്കറ്റുകൾ ഒന്നാണ്. അപ്പൊ അതിലേക്ക് കേരള എന്ന സ്വന്തം ബ്രാൻഡ് വരികയാണ്.
നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഇതൊന്നും മാധ്യമങ്ങളിലധികം വരില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ചെറിയ വാർത്ത ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാസങ്ങളോളം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ അതൊന്നും നോക്കാതെ തന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പൊതുവെ നല്ലൊരു അന്തരീക്ഷം ഇപ്പോൾ കേരളത്തിൽ സംജാതമായിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ അടിത്തറയിൽ ഈ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ ഒരു സംരംഭകത്വത്തിന് അനുകൂലമായ അന്തരീക്ഷം രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി പ്രഖ്യാപിച്ചു. പുതുതായി 22 സെക്ടറുകൾ പ്രയോറിറ്റി സെക്ടറുകൾ കാണുന്നുണ്ട്. ആ സെക്ടറിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ സ്റ്റേറ്റ് കമ്പോണന്റ് GSTയുടെ പൂർണ്ണമായി റീഇംബേഴ്സ് ചെയ്യുന്നു എന്നുള്ളത് ആ ഇൻസെന്റീവിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ പുതിയ സ്ഥാപനങ്ങളിൽ ട്രെയിനികളായി എടുത്തു കഴിഞ്ഞാൽ അവരുടെ ശമ്പളത്തിന്റെ 50% ക്യാപ് ബഡ്ജറ്റാണ്. പെർഹെഡ് 5,000 rupees വരെ ഓരോ പെർഹെഡ് ഗവൺമെന്റ് വെയർ ചെയ്യും എന്നുള്ളതും അതിന്റെ ഭാഗമാണ്. ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ ഒരു 75% ഗവൺമെന്റ് തന്നെ വെയർ ചെയ്യും എന്നുള്ളതും ആ നയത്തിന്റെ ഭാഗമാണ്. എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിന്റെ ഭാഗമായി പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഇൻഫ്രയുടെ തന്നെ മറ്റു പാർട്ടികളും ഇപ്പോൾ സ്ഥലം ലഭ്യമല്ലാതായി വരുന്നത് കണക്കിലെടുത്തുകൊണ്ട് പുതിയ പാർട്ടികൾ വികസിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോ വിഴിഞ്ഞത്തിന്റെ സാധ്യത വ്യവസായ മേഖലയിലെ ഉണർവിന് എത്രമാത്രം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും എന്ന് ഞങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും പ്രത്യേകമായി ടീം ബേസ്ഡ് പാർട്ടികൾ നമുക്ക് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ അധികം സമയമെടുക്കുന്നില്ല. എനിക്ക് ഞങ്ങൾ താലൂക്ക് അദാലത്തുകൾ നടക്കുന്നുണ്ട്. നാളെ ആലുവയിൽ രാവിലെ തന്നെ അദാലത്തിൽ പങ്കെടുക്കാൻ ഇപ്പൊ ട്രെയിനിൽ അങ്ങ് പോകേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോ 30 മാസമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഒന്നുകൂടി കുറയ്ക്കാൻ നോക്കണം. ഒരു 2 വർഷം കൊണ്ട് 24 മാസം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന മട്ടിലേക്ക് ഇപ്പൊ പഴയ പോലൊന്നും എല്ലാം റീകാസ്റ്റിംഗ് അല്ലേ. പണ്ടത്തെ പോലെ കുറച്ച് തട്ട് പൊളിച്ച് പിന്നെ അടുത്ത സ്റ്റേജ് പണിയേണ്ട ആവശ്യമൊന്നുമില്ല. അതിവേഗത്തിൽ അത് ഇൻഫ്രോമായി തന്നെ ചെയ്യുമ്പോഴാണ് ഇപ്പോ 24 മുതൽ 30 വരെ പരമാവധി 30 എന്ന രൂപത്തിലായിരിക്കണം നിങ്ങളത് കാണേണ്ടത്. അത് പൂർത്തിയായാൽ എടുക്കാവുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം തന്നെ ഉണ്ട്. മുഴുവൻ എടുക്കാം എന്ന് പറഞ്ഞ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അപ്പൊ തന്നെ നേരത്തെ സൗകര്യം കൊടുത്താൽ അവർ കുറെ കൂടി സന്തോഷകരമായിരിക്കും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും കൂടി അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.